എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 8 ശ്ലോകം 13, 14, 15, 16, 17, 18 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ കപില മുനിയുടെ കോപാഗ്നിയിലാണ് ആ രാജപുത്രന്മാര് ദഹിച്ചു പോയത് എന്ന് ചിലര് പറയണത് ശരിയല്ല എന്ന് പറയുന്നു. ഏതു കാലത്തും നശിക്കാതിരിക്കുന്ന യോഗത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം പ്രചരിപ്പിച്ച ആ സാഖ്യയോഗത്തില് ആ സാഖ്യയോഗമാകുന്ന ആ കപ്പലിനെ ആശ്രയിച്ച് എത്രയോ ഭക്തന്മാര് ഏറ്റവും പ്രയാസമായിരിക്കുന്ന ഈ സംസാര സമുദ്രത്തെ തന്നെ കടക്കുന്നു. അദ്ദേഹത്തിന്റെ സാഖ്യയോഗം എന്ന കപ്പലിനെ ആശ്രയിച്ചിട്ട് ഇത്രയും മഹാത്മാവായ സർവജ്ഞനായ അദ്ദേഹത്തിന് ശത്രുക്കള് മിത്രങ്ങള് അങ്ങനെയുള്ള ഭാവഭേദങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തില്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. യസ്യേരിതാ സാഖ്യമയീ ദൃഢേഹനൗർയയാ മുമുക്ഷുസ്തരതേ ദുരത്യയം ഭവാർണവം മൃത്യുപഥം വിപശ്ചിത പരാത്മഭൂതസ്യ കഥം പൃഥങ്മതി. ഇഹ ഈ ലോകത്തിൽ സാഖ്യമയി ജ്ഞാനസ്വരൂപമായ ദൃഢാനൗ ഉറപ്പേറിയ കപ്പൽ യസ്യ ഈരിത യാതൊരുവനാൽ പ്രവർത്തിക്കപ്പെട്ടുവോ യയാ യാതൊന്നിനാൽ മുമുക്ഷു മോക്ഷേച്ഛയുള്ളവൻ മൃത്യുപഥം മരണത്തിന്റെ മാർഗത്തോടു കൂടിയതും ദുരത്യയം കടക്കാൻ കഴിയാത്തതുമായ ഭവാർണവം സംസാര സമുദ്രത്തെ തരതെ കടക്കുന്നുവോ വിപശ്ചിത സർവജ്ഞനും പരാത്മഭൂതസ്യ പരമാത്മാവായി ഭവിച്ചവനുമായ അദ്ദേഹത്തിൽ പൃഥങ്മതി ഭേദബുദ്ധി കഥം എങ്ങനെയുണ്ടാകും. ഏത് കാലത്തും നശിക്കാതിരിക്കുന്ന ആ സാഖ്യയോഗമാവുന്ന കപ്പലിനെ ഈ ലോകത്തിലെ യാതൊരു മഹാത്മാവ് പ്രചരിപ്പിച്ചിരിക്കുന്നുവോ മോക്ഷം ആഗ്രഹിക്കുന്നവർ മോക്ഷേച്ഛുവായുള്ളവര് ആ കപ്പലിനെ ആശ്രയിച്ചിട്ട് ഈ ജനന മരണ പ്രവാഹ പരമ്പരകളോടുകൂടിയുള്ള ഈ ഏറ്റവും കടക്കാൻ പ്രയാസമായിരിക്കുന്ന ഈ സംസാര സമുദ്രത്തെ എളുപ്പത്തില് കടക്കണം. അങ്ങനെ സർവജ്ഞനും പരമാത്മാവുമായിട്ട് ഭവിച്ചിരിക്കുന്ന ആ കപില മുനിക്ക് ശത്രുക്കള് മിത്രങ്ങള് എന്നിങ്ങനെയുള്ള ഭേദഭാവന എങ്ങനെ ഉണ്ടാവണത്? അതുകൊണ്ട് കപില കോപാഗ്നിയില് രാജപുത്രന്മാര് ദഹിച്ചു എന്ന് ചിലര് പറയണ്ടെന്ന് പറഞ്ഞില്ല. അത് ആ വാദം ശരിയേ അല്ല പറയുന്നു. യോ അസമഞ്ജസ ഇത്യുക്ത സ കേശിന്യാം നൃപാത്മജ തസ്യ പുത്രോ അംശുമാൻ നാമ പിതാമഹഹിതേരത. അസമഞ്ജസ ഇതി അസമഞ്ജസൻ എന്ന് യാ ഉക്ത യാതൊരുവൻ പറയപ്പെടുന്നുവോ സ അവൻ കേശിന്യാം കേശിനിയിൽ നൃപാത്മജ രാജപുത്രൻ തസ്യ പുത്ര അദ്ദേഹത്തിന്റെ പുത്രനായ അംശുമാൻ നാമ അംശുമാൻ എന്നു പേരായ പിതാമഹഹിതേ പിതാമഹന്റെ ഹിതത്തിൽ രഥ തൽപരനാവുന്നു. അങ്ങനെ സുമതിയുടെ പുത്രന്മാര് മരിച്ചതിൽ പിന്നെ ആ സഗര മഹാരാജാവിന്റെ പൗത്രനായ അംശുമാൻ ആ യാഗപശുവായ അശ്വത്തെ കൊണ്ടുവന്ന് ചരിത്രം പറയാണ്. അംശുമാനാണ് അശ്വത്തെ കൊണ്ടുവന്നത്. സഗര രാജാവിന് കേശിനിയിൽ ജനിച്ച പുത്രനാണ് അസമഞ്ജസൻ. വാസ്തവത്തില് ആ രാജകുമാരൻ അസമഞ്ജസനല്ല, സമഞ്ജസൻ തന്നെയായിരുന്നു. അസമഞ്ജസൻ എന്ന വാക്കിന്റെ അർത്ഥം അയോഗ്യൻ എന്ന്. അതാണ് അദ്ദേഹത്തിന്റെ പുത്രനായ അംശുമാൻ മുത്തച്ഛനായ സഗര മഹാരാജാവിന്റെ ആജ്ഞാനുസരണം പ്രവർത്തിക്കുന്നതിൽ തൽപരനായിരുന്നു. അദ്ദേഹം മുത്തച്ഛൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കും. അങ്ങനെയായിരുന്നു അംശുമാൻ അസമഞ്ജസന്റെ പുത്രൻ. അപ്പൊ ഈ അസമഞ്ജസൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് എങ്ങനെയാ വന്ന് എന്ന് പറയാണ്. അയോഗ്യൻ എന്നുള്ള പേര് ആർക്കും അങ്ങനെ ഇടല്ലോ ഒരാൾക്ക്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ അങ്ങനെ വിളിക്കണതെന്ന് അത് പറയാണ് അടുത്ത ശ്ലോകത്തില്. അസമഞ്ജസ ആത്മാനം ദർശയൻ അസമഞ്ജസം ജാതിസ്മര പുരാസംഗാൽ യോഗാത് വിചാലിത. അസമഞ്ജസൻ ആത്മാനം തന്നെ അസമഞ്ജസം ദർശയൻ അയോഗ്യനായിട്ട് കാട്ടുന്നവനും
ജാതിസ്മര, ജന്മാന്തരത്തെ സ്മരിക്കുന്നവനും, പുരായോഗി, പൂർവജന്മത്തിൽ യോഗിയും, സംഘാൽ, സംഘം ഹേതുവായിട്ട്, യോഗാത്, യോഗത്തിൽ നിന്ന്, വിചാലിത, ചലിപ്പിക്കപ്പെട്ടവനുമാവുന്നു. ആ സഗരപുത്രനായ ആ രാജകുമാരന് അസമഞ്ജസൻ എന്ന പേര് ലോകത്തിലുള്ളവർ മുഴുവൻ എല്ലാവരും അസമഞ്ജസൻ അസമഞ്ജസൻ എന്ന് വിളിക്കുകയാണ്. അതെന്താ കാരണം എന്ന് പറയാണ്. അസമഞ്ജസൻ പൂർവജന്മത്തിലെ ശ്രേഷ്ഠനായ ഒരു യോഗിയായിരുന്നു. അങ്ങനെ സംഘദോഷം നിമിത്തം ആ യോഗത്തിൽ നിന്നൊക്കെ ഭ്രഷ്ടനായി. അങ്ങനെ ഈ ജന്മത്തില് ഈ പൂർവജന്മ സ്മൃതി ഉണ്ടായതുകൊണ്ട് ജനസമൂഹത്തിൽ നിന്ന് വിട്ടിരിക്കണമെന്നും ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടാണ്. അതിനായിട്ട് ജനങ്ങൾ തന്നെ വെറുക്കാൻ പാകത്തിനുള്ള പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം തന്നെ ഉറപ്പിച്ചു, ഇനി ഇങ്ങനെ ഒരു ഗതി വരരുത് എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായ പോലെ അങ്ങനെ മൂഢനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. അത് കണ്ടിട്ടാണ് ആളുകള് അങ്ങനെ അസമഞ്ജസൻ എന്ന് വിളിച്ചത്. ആചരൻ ഗർഹിതം ലോകെ ജ്ഞാതീനാം കർമ്മ വിപ്രിയം സരയ്വാം ക്രീഡതോ ബാലാൻ പ്രാസ്യദുദ്വേജയൻ ജനം. ലോകത്തിൽ ഗർഹിതം നിന്ദിക്കപ്പെടുന്നതും ജ്ഞാതീനാം ബന്ധുക്കൾക്ക് വിപ്രിയം പ്രിയമല്ലാത്തതുമായ കർമ്മ ആചരൻ കർമ്മത്തെ ആചരിക്കുന്നവനും ജനം ഉദ്വേജയൻ ജനത്തെ വെറുപ്പിക്കുന്നവനുമായിട്ട് ക്രീഡത ബാലാൻ ക്രീഡിക്കുന്ന ബാലന്മാരെ സരയുവിൽ പ്രാസ്യൽ പ്രക്ഷേപിച്ചു. ലോകം നിന്ദിക്കണം. അപ്പോ ലോകം നിന്ദിക്കണതും ബന്ധുക്കൾ ഇഷ്ടപ്പെടാത്തതും ജനങ്ങൾ വെറുക്കുന്നതുമായിട്ടുള്ള പ്രവൃത്തികൾ അദ്ദേഹം ചെയ്തു. അതിന്റെ കൂട്ടത്തില് അവിടെ വഴിയിലൊക്കെ ഇങ്ങനെ കളിക്കണ കുട്ടികളെ കണ്ട എല്ലാവരും എടുത്തിട്ട് സരയൂ നദിയിലേക്ക് അങ്ങനെ എറിയുകയും ചെയ്തു. അതൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പാടുണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് ആളുകൾ അദ്ദേഹത്തെ വെറുക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ പേര് പറഞ്ഞു. ഏവം വൃത്ത പരിത്യക്ത പിത്രാ സ്നേഹം അപോഹ്യ വൈ യോഗൈശ്വര്യേണ ബാലാംസ്താൻ ദർശയിത്വാ തതോയയോ. ഏവം വൃത്ത അപ്രകാരം പ്രവർത്തിക്കുന്ന അദ്ദേഹം പിതാവിനാൽ സ്നേഹം അപോഹ്യ സ്നേഹത്തെ ഉപേക്ഷിച്ചിട്ട് പരിത്യക്ത പരിത്യജിക്കപ്പെട്ടു. യോഗൈശ്വര്യേണ യോഗപ്രഭാവത്താൽ താൻ ബാലാൻ ആ ബാലന്മാരെ ദർശയിത്വ കാട്ടിക്കൊടുത്തിട്ട് തഥാ യയോ അവിടെ നിന്നും യാത്ര ചെയ്തു. ഇങ്ങനെ ജനദ്രോഹപരമായ പ്രവൃത്തികളൊക്കെ ചെയ്തപ്പോ എല്ലാവരും അദ്ദേഹത്തെ വെറുത്തു. ഇവിടെ സഗര മഹാരാജാവിനോട് വന്നിട്ട് എല്ലാവരും പറയില്ലേ ഈ ഇങ്ങനെ കുട്ടികളെയൊക്കെ ഇങ്ങനെ നദിയിൽ എറിഞ്ഞു കൊല്ലുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രാജാവിന് വല്ലാത്ത വിഷമായി. പുത്രനെ പൊക്കോളാൻ പറഞ്ഞു. അവിടുന്ന് രാജ്യത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ആ സരയൂ നദിയിൽ എറിഞ്ഞ കുട്ടികളെയൊക്കെ, അദ്ദേഹം അത്ര യോഗപ്രഭാവമുള്ള ആളാണ്, മറ്റുള്ളവരെ അറിയാതെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ആ നദിയിൽ എറിഞ്ഞ ആ കുട്ടികളെയൊക്കെ തിരിച്ച് കൊണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് കൊണ്ടു കൊടുത്തു. എന്നിട്ട് നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് പോയി തപസ് ചെയ്യാനായിട്ട് അദ്ദേഹം പോയി. ഇതങ്ങോട്ട് കണ്ടില്ലേ, എല്ലാവരും അത്ഭുതമായി. ഇത്രയും യോഗപ്രഭാവമുള്ള ആളായിരുന്നു അദ്ദേഹം എന്ന് ആർക്കും അറിയില്ലായിരുന്നല്ലോ. അയോധ്യാവാസിന സർവേ ബാലകാൻ പുനരാഗതാൻ ദൃഷ്ട്വാ വിസിസ്മിരേ രാജൻ രാജാ ചാപ്യന്വതപ്യത. പുനരാഗതാൻ ബാലകാൻ രണ്ടാമത് വന്നിരിക്കുന്ന ബാലകന്മാരെ ദൃഷ്ട്വാ കണ്ടിട്ട് അയോധ്യാവാസിന സർവേ അയോധ്യവാസികളെ എല്ലാവരും വിസിസ്മിരെ വിസ്മയിച്ചു. രാജൻ ഹേ രാജാവേ രാജാച രാജാവും അന്വതപ്യത അനുതപിച്ചു. എന്നിട്ട് ഈ സരയൂ നദിയിലേക്ക് എറിഞ്ഞ ആ ബാലന്മാരെല്ലാവരും മടങ്ങി വന്നതാണ് കണ്ടില്ലേ. അയോധ്യവാസികൾ എല്ലാവരും അത്ഭുതമായി. അവർക്കൊക്കെ ഇത് എന്തൊരു അത്ഭുതം, ഇത്രയും യോഗശക്തിയുള്ള ആളായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് മഹാരാജാവിനും ഇത് അറിയണത്. ഹേ രാജൻ, പുത്രന്റെ ഇപ്രകാരമുള്ള വൈഭവത്തെ അറിയാതെ ശ്രീ ശിവബ്രഹ്മർഷി പറയാ പരീക്ഷിത് മഹാരാജാവിനോട്, ഇങ്ങനെ പുത്രന്റെ ഇത്രയും വൈഭവമുള്ള ആളായിരുന്നു എന്ന് അറിയാതെ നാട്ടിൽ നിന്ന് ആട്ടിക്കളഞ്ഞില്ലേ ഞാൻ ഈശ്വര എന്ന് വിചാരിച്ച് സഗര മഹാരാജാവും വളരെ പശ്ചാത്തപിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.